മിഥ്യാദർശനങ്ങൾ പറയുക, ചുമ്മാ ഏതാണ്ട് പറഞ്ഞു, ആരാണ്ട് പറഞ്ഞു, ഏതാണ്ട് കേട്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അടിസ്ഥാനമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മുമ്പിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പൗലോസിനെ പോലെയും മറ്റും ജീവിതത്തെ ദൈവകൃപയിൽ കാത്തു സൂക്ഷിക്കുകയും ഉപദേശ നിശ്ചയമുള്ളവരായി അതേ പോവുകയും ചെയ്യുന്ന ഒരാളിന് സുവിശേഷ യോഗത്തിൽ പതറേണ്ടി വരികയില്ല, പരാജയമുണ്ടാകുകയില്ല, കഷ്ടതകളും പ്രയാസങ്ങളും വരില്ലെന്നല്ല, അവൻ ഒരിക്കലും തോറ്റുപോകുകയില്ല എന്നൊരു ദർശനവും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഉപദേശപരമായ പല കാര്യങ്ങൾ എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ ഈ സ്നാനത്തെ നമ്മളെന്തിനാ ഊന്നി പറയുന്നത്, അതൊരു ലിബറലായിട്ട് വിട്ടുകൊടുത്താൽ പോരെ. ഞാൻ അങ്ങനെയുള്ളവരോട് പറയുന്നത്, ഇന്ന രീതിയിൽ മതിയെന്ന് നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അജണ്ടയിലുള്ളതാണെങ്കിൽ, നമ്മുടെ പരിപാടിയാണെങ്കിൽ നമുക്കതിനകത്ത് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം. സ്നാനം നമ്മളുണ്ടാക്കിയതാണോ? അല്ല, പിന്നെ ദൈവത്തിൻ്റെതാണ്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ അതിൻ്റെ ചട്ടക്കൂടും അതിൻ്റെ A to Z കാര്യങ്ങളൊക്കെ ദൈവമല്ലേ നിശ്ചയിക്കേണ്ടത്. ശരിയാ. ഞാൻ പറഞ്ഞ ശിശുസ്നാനം എന്നൊരു സ്നാനമില്ല, പിന്നെ മുതിർന്ന സ്നാനം എന്നൊരു സ്നാനവും ഇല്ല. അതൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. വേദപുസ്തകത്തിൽ കർത്താവ് കൽപ്പിച്ചിട്ടുള്ള സ്നാനം ബിലീവേഴ്സ് ബാപ്റ്റിസമാണ്. അതായത് കർത്താവിനെ രക്ഷകനായി തിരിച്ചറിഞ്ഞ് അവനെ രക്ഷകനായി അംഗീകരിച്ച ഒരു ദൈവ പൈതൽ കർത്താവിനോടുള്ള അനുസരണത്തെ കാണിക്കുന്ന ഒരാക്റ്റാണ്. അത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല. ഞാൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി സ്നാനപ്പെട്ട ആളല്ല. ഞാൻ നേരത്തെ രക്ഷിതനായിരുന്നതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടതാണ്. സ്നാനം രക്ഷിക്കപ്പെടാനല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. രക്ഷിക്കപ്പെട്ടവർക്ക് ചെയ്യേണ്ട ഒരു കർമ്മ അനുസരണക്രിയയാണ്. അതാ കർത്താവ് പോലും നോക്കണേ, കർത്താവ് എന്നെ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുള്ള ആളല്ല, നീതി നിവർത്തിക്കാനെന്ന് പറഞ്ഞ് അതാണ് സ്നാനപ്പെട്ടത്. ഈ മാന്യത നമ്മൾ കർത്താവിന് കൊടുക്കണം. കർത്താവിൻ്റെ കൽപ്പനകളെ നമ്മൾ ശിരസാ വഹിച്ചുകൊണ്ട്, അപ്പോൾ അങ്ങനെയുള്ള തർക്കങ്ങളൊന്നും അവിടെ ഉദിക്കത്തില്ല. അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ന്യായവാദങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ ആഭരണപ്രമം അതുപോലെ തന്നെ വേറൊരു വിഷയമാണ്. അത് പലരും ഞങ്ങളോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി രക്ഷിക്കപ്പെട്ടാൽ പോരെ, ജീവിതം കാത്തു സൂക്ഷിച്ചാൽ പോരെ, എന്തിനാണ് ഓർണമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? ഞാൻ അപ്പോൾ അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ ഭക്തന്മാരായി ജീവിച്ചവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ ലക്സുറി അല്ലെങ്കിൽ ആഡംബരത്തെ കഴിവോളം ഒഴിവാക്കിയിട്ടുള്ള ആളുകളാണ്. ഉദാഹരണമായിട്ട് ബർത്തോമാ സഭയിൽ ജീവിച്ച് അവസാനിച്ച കൊച്ചുഞ്ഞുദേശി, അദ്ദേഹം രഹസ്യത്തിൽ സ്നാനമേറ്റ ആളും കൂടെ ആയിരുന്നു. എന്നാൽ സ്നാനത്തിന് വേണ്ടി ധീരതയോടെ അടർക്കളത്തിൽ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഭാഗം ഒഴിച്ചാൽ അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തൻ്റെ മകള് ഒരു മാല അണിയാനായിട്ട് ആഗ്രഹിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ തീവ്രവാദിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കുന്ന ആളല്ല. അപ്പോൾ എനിക്കൊരു മാല വേണമെന്ന് അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞ വിവരം അദ്ദേഹത്തിൻ്റെ ഭാര്യ അറിഞ്ഞു. അപ്പച്ചൻ ഇതറിഞ്ഞാൽ ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മകളെ വിളിച്ച് ചോദ്യം ചെയ്തു. ഞാൻ പിന്നെ ആഭരണം വെറുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അറിയാം. എങ്കിൽ പിന്നെ എൻ്റെ മകൾ ആഭരണം വേണമെന്ന് പറയുന്നത് അത് എൻ്റെ ശുശ്രൂഷയ്ക്കെതിരല്ലേ? അതെ. എന്തിനാണ് നിനക്ക് ആഭരണം? മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിക്കാനല്ലേ? അല്ല, പിന്നെ എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കും കൂടെ വേണമെന്ന്. അത്രയേ ഉള്ളൂ. ഞാൻ നിനക്കൊരു ആഭരണം തരാം, ഒരു മാല വാങ്ങിച്ചു തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, താഴെ ഉണ്ടിട്ട് കിടക്കാൻ നേരത്തെ ഇടണം, രാവിലെ ഉണർന്നാലുടനെ ഇത് ഊരി വെക്കണം. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ പിന്നെ എന്തിനാ? അപ്പം നിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായെന്ന് പറഞ്ഞു. ഈ സ്നാനത്തിൽ ആഭരണത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളെ കോമൺ സെൻസ് എങ്കിലും വിടാതെ അവരൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഓർണമെൻറ്റ്സ് അതെന്തെങ്കിലും ആകട്ടെ, അതാരെയും കാണിക്കാനല്ലേ? അല്ലേ? അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ബുദ്ധിയുള്ളവർക്ക് അത്രയും പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ഒരുത്തന്നെ ഒരു മോതിരം കയ്യിൽ കിടന്നുകൊണ്ട് അവൻ നരകത്തിൽ പോകുന്നു, ഇങ്ങനെയുള്ള ഫൂളിഷ്നസ് ഒന്നും ഞാൻ പറയാറില്ല. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഭരണം ധരിച്ചിട്ടുണ്ടെങ്കിൽ നീയും ധരിച്ചോ, പൗലോസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നീയും ധരിച്ചോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ സൈമൺ സാറിൻ്റെ ഒരു പാട്ടിനകത്തുണ്ട്, നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ ഇല്ലിവയിൽ ആശദാസനെന്ന്. എന്ന് പറഞ്ഞാൽ
ഒരു ആഡംബര ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നല്ല ഭക്ഷണം വേണമെന്നും നല്ല ലക്സുറി ആയിട്ടുള്ള ഒരു കിടക്ക വേണമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഇപ്പോൾ പത്രോസും യാക്കോബും ഒക്കെ പറയുമ്പോഴാണ് പറയുന്നത്, നിങ്ങളുടെ അലങ്കാരം പ്ലേറ്റിങ്, അതായത് ഇന്ന് ജാതികളൊക്കെ ചെയ്യുന്ന പോലെ മടഞ്ഞെടുക്കുന്നതായ മുടി, പിന്നെ അതുപോലെ തന്നെ വിലയേറിയ വസ്ത്രം. ഞാൻ പറയുന്നത് അവിടെയും ഞാൻ വിയോജിപ്പാണ്. ഒരു ദൈവത്തിൻ്റെ പൈതലിന് നീറ്റായിട്ടുള്ള വസ്ത്രം ധരിക്കാനും വിലയേറിയ വസ്ത്രമൊന്നും അവന് ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നുകൊണ്ട് ഒന്നിനെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അപ്പം ആഡംബരം എന്നുള്ള നിലയിൽ കുറഞ്ഞ പക്ഷം അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവരെക്കുറിച്ച് കോപിക്കുന്ന സമയത്ത് അവർ ആഭരണങ്ങൾ കുഴിച്ചിട്ടെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ മാന്തി എടുത്തതായിട്ട് വായിക്കുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് ആഡംബരം എന്നുള്ള ആ ഒരു ആശയത്തിൽ നമ്മൾ അതിനെയും മാറ്റി നിർത്തേണ്ടതാണ്. പിന്നെ സ്നാനത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരാളിന് സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ട ആളായിരുന്നു. രക്ഷിക്കപ്പെട്ട ആളായിരുന്നത് കൊണ്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്. എന്നാൽ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ സ്നാനപ്പെട്ടില്ല. രക്ഷിക്കപ്പെടാൻ വേണ്ടി സ്നാനപ്പെടുന്ന ഈ പട്ടത്വ സഭകളുടെ ഉപദേശത്തിൻ്റെ തെറ്റ് അവിടെയാണ് കിടക്കുന്നത്. അതായത് അവർ നടത്തുന്ന ഈ കർമ്മം രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അച്ഛൻ ഈ കർമ്മം നടത്തുമ്പോഴാണ് ഈ പൈതലിന് വീണ്ടും ജനനം ഉണ്ടാകുന്നതെന്നാണ് അവിടുത്തെ ഉപദേശം. ദാറ്റ്സ് റോങ്. അവിടെയാണ് കുഴപ്പം. ഇത് സ്നാനം ഒരിക്കലും രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല. അത് വിശ്വാസത്താൽ സൗജന്യമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്. അങ്ങനെ പ്രാപിച്ച ഒരുത്തൻ, അതായത് ഒരു ഉദാഹരണം അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പോലീസുകാരനായിട്ട് ചാർജ് എടുത്താൽ അതിൻ്റേതായ കോട്ടും തൊപ്പിയും വെക്കുക എന്നുള്ളത്. തൊപ്പി വെച്ചത് കൊണ്ട് ആരും പോലീസുകാരനാകുന്നില്ല. അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നൊന്നിനെ ഹനിക്കാൻ വേണ്ടി ആരും എടുത്ത് ഉപയോഗിക്കരുത്. സ്നാനം നിസ്സാര കാര്യമാണ്, വെള്ളത്തിൽ പൊങ്ങുന്ന കാര്യമാണ്. എന്നാൽ അത് വലിയൊരു കാര്യമാണ്. കാരണം അത് കർത്താവിൻ്റെ കൽപ്പനയുമാണ്, കർത്താവിൻ്റെ മാതൃകയുമാണ്. ഇങ്ങനെ ഉപദേശപരമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. വേറെ ഒരു കാര്യം കൂടെ ബൈ ചാൻസ് എന്ന് പറയാൻ എൻ്റെ ഒരു പ്രേരണ എനിക്കുണ്ടാകുന്നു. നമ്മുടെ അനേകം ആളുകൾ ഈ തൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. തൃത്വം, ഈ ഭാഷയ്ക്ക് പരിമിതികളുണ്ടല്ലോ. ഈ തൃത്വം എന്ന് പറഞ്ഞാൽ എന്നാ, മൂന്നായിരിക്കുന്ന അവസ്ഥയെന്നാണ്. 3 ദൈവങ്ങളിൽ നമ്മളാരും വിശ്വസിക്കുന്നില്ല. 33 കോടി ദൈവങ്ങളും 66 കോടി അസുരന്മാരും ഒക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ലോകജാതികൾ പറയുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ട്രയൂൺ ഗോഡിലാണ്. 3 ദൈവങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഒരേ സമയത്ത് തന്നെ 3ഉം അതേ സമയത്ത് തന്നെ 1ഉമായിരിക്കുന്ന കണക്ക് ശാസ്ത്രത്തിനപ്പുറത്തുള്ള മർമ്മം അടങ്ങിയതായ ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 പേരുകൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതിൽ പിതാവിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് അത് ഒന്നാമതായതുകൊണ്ട് അത് കഴിഞ്ഞ് പുത്രൻ രണ്ടാമത്, പരിശുദ്ധാത്മാവ് മൂന്നാമത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തുല്യ യോഗ്യതകളുള്ള 3 ആളുകൾ ഇവിടെ വരുന്നു. അവരെ നമ്മൾ ഓഡിയൻസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരുടെ യോഗ്യതകളെല്ലാം തുല്യമാണ്. അവരുടെ ക്രെഡിറ്റ്, അവരുടെ ക്വാളിഫിക്കേഷൻ എല്ലാം തുല്യം. ആ 3 പേരെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോരുത്തരെ അല്ലേ പറഞ്ഞ് പരിചയപ്പെടുത്താനൊക്കെ ഉള്ളൂ. 3 പേരെയും കൂടെ ഒരുമിച്ച് പരിചയപ്പെടുത്താൻ അത്രയ്ക്ക് കഴിവുള്ള ആരെങ്കിലും ലോകത്തിലുണ്ടോ? ഇതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യ യോഗ്യതകളുള്ള ഈക്വലി ക്വാളിഫൈഡാണ്. അവരെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോ പേരിൽ, ഉദാഹരണമായിട്ട് ഞാൻ പറയാം, പിതാവിൻ്റെ കാര്യം പറയുന്നിടത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അതേസമയം തന്നെ ഒരു നല്ല ഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നു. അപ്പം നമ്മൾ പിതാവിൻ്റെ നാമവും പറയുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ നാമവും പറയുന്നില്ല. വേറൊരു ഭാഗത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹവാസവും കൂട്ടായ്മയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. അവിടെ 3 പേരുടെയും പേര് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും തുല്യ ബഹുമതി കൊടുക്കുന്നുണ്ട്. പിന്നെ പിതാവും പുത്രനും ഒക്കെ തമ്മിൽ ഈ റസലുകാരൊക്കെ പറയുന്ന അല്ലെങ്കിൽ യേശുനാമക്കാർ പറയുന്ന രീതിയിലുള്ള റോങ് ടീച്ചിങ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നതും അങ്ങനെയല്ല. ഈ വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് കാണുന്നത് കൊണ്ട് യേശുവിൻ്റെ നാമം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പിടിവാശിയുള്ള ചില ആളുകളുണ്ട്. അവർ ജീസസ് ഒള്ളി, യേശു നാമം എന്നൊക്കെ ഉള്ളതിനൊക്കെ എംഫസിസ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഒരു ഭാഗത്ത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വേറൊരു ഭാഗത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനാണ് ഒരു ഭാഗത്തിന് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നത്? അപ്പോൾ
ഞാൻ പഠിച്ചിടത്തോളം ഞാൻ തൃത്വത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതായത് പിതാവിൻ്റെ തുല്യ യോഗ്യത പിതാവിൻ്റെയും പുത്രൻ്റെയും തുല്യ യോഗ്യത പരിശുദ്ധാത്മാവിനും ഉണ്ട്. അത് മൂന്നും കൂടി അടങ്ങുന്നതായ ഒരു സംയുക്തമാണ് ട്രയൂണിറ്റി, നോട്ട് ട്രിനിറ്റി ബട്ട് ട്രയൂണിറ്റി, ത്രിയേകത്വം. അതിന് ഒരു ചെറിയ തെളിവും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം ഒന്ന് സമാപിപ്പിക്കാം. പിതാവായ ദൈവം സീനിയർ അല്ലേ, പുത്രൻ ജൂനിയർ അല്ലേ എന്നൊരാൾ വാദിച്ചാൽ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ പോവുകയാണ്. 1 കോടി വർഷത്തിന് മുമ്പ് എന്നങ്ങ് ഞാനങ്ങ് സങ്കല്പിക്കുകയാണ്. 1 കോടിയെന്നോ 10 കോടിയെന്നോ എന്തെങ്കിലും ആകട്ടെ, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ യേശുക്രിസ്തു ജനിച്ചെന്നിരിക്കട്ടെ. അതായത് യേശുക്രിസ്തു ഇല്ലാതിരുന്ന ഒരു കാലം എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് അങ്ങ് സങ്കല്പിക്കാൻ പോവുകയാണ്. അങ്ങനെ സങ്കല്പിച്ചാൽ വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ആ യേശു ജനിച്ചതിൻ്റെ പിറകിൽ പിതാവായ ദൈവം നിത്യനല്ലെന്ന് വരും. യെശയ്യാപ്രവചനത്തിൽ നിത്യപിതാവെന്നുണ്ടല്ലോ. അപ്പോൾ പിതാവ് നിത്യപിതാവാകണമെങ്കിൽ നിത്യപുത്രൻ ഉണ്ടായിരിക്കണം, തന്നോളം പ്രായമുള്ള ഒരു പുത്രൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു നിത്യപുത്രൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നിത്യപിതാവ് ഉണ്ടാകുകയുള്ളൂ. എൻ്റെ ആശയം മനസ്സിലായല്ലോ. ആ നിലയ്ക്ക് നിത്യാത്മാവെന്നുണ്ട്. അപ്പോൾ പിതാവ് നിത്യനാണ്, പുത്രൻ നിത്യനാണ്, പരിശുദ്ധാത്മാവ് നിത്യനാണ്. അപ്പോൾ ഒരാൾക്കുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം അത് 3 പേരും അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാനൊരു ഓർത്തഡോക്സ് വൈദ്യനായിരുന്നു. ചില കാര്യങ്ങൾക്ക് അവരബദ്ധം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ചില നല്ല ആശയങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. അതിലൊരെണ്ണം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. സൃഷ്ടിച്ച ദൈവത്തെ അവർ സ്തുതിക്കുന്നു, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിക്കുന്ന പോലെ തന്നെ വീണ്ടെടുപ്പിന് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെ പ്രാവർത്തികമാക്കുന്ന പരിശുദ്ധ റുഹായെ സ്തുതിക്കുന്നു. നോക്കണം, ഈ 3 ആളത്വങ്ങളും ചേർന്ന് ഒരേ പ്രവൃത്തി പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നേരായി ചിന്തിക്കുന്ന ഒരാളിന് ഉപദേശത്തിൽ യാതൊരു തപ്പലും വരേണ്ട കാര്യമില്ല.